So now we are discussing about amplitude modulation. Okay, what is amplitude modulation? In amplitude modulation, the amplitude of carrier wave is varied in accordance with the instantaneous variance message signal. Okay, that is amplitude modulation. Okay, so this is the waveform. So amplitude modulation ചോദിക്കുകയാണെങ്കിൽ you should write the definition and you must draw this figure. Okay, first one is the message signal. First one representing a message signal which is in sinusoidal form. Okay, it has a particular value of frequency. Okay, നോക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും it is a low frequency signal അല്ലേ low frequency signal ആണ് number of cycles per second വളരെ കുറവാണ്. Okay, it's a low frequency signal. And the second one is the carrier signal. Okay, carrier signal okay, it has high frequency. Well, compared with the message signal, carrier signal is of a high frequency signal. Okay, ഇതിന് large number of cycles ഉണ്ട്. ഈ ഒരു ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൈക്കിൾ ഈ ഒരു ടൈം പീരീഡിൽ message signal has 2 cycles, only 2 cycles. But carrier signals നോക്കിയേ more than 20 cycles ഉണ്ട്. Okay, so അതിന് frequency കൂടുതലാണ്. And the third one is the amplitude modulator signal. Amplitude modulator signal. അവിടെ എന്താണ് നോക്കിയേ this is the amplitude modulator signal. Okay, so what is happening is here is the frequency of the signal is similar same as that of the carrier frequency. Okay, ഈ amplitude modulator signals in the frequency is similar to that of the carrier signal. Okay, carrier signal the same frequency ആണ് അല്ലേ but എന്താണ് ഡിഫറൻസ് വരുന്നത് its amplitude is varied in accordance with the amplitude of the message signal. Okay, that is the amplitude modulation. നോക്കൂ ഈ carrier signalനെ നമ്മൾ എന്ത് ചെയ്യുന്നു it is varied in accordance with the amplitude of the message signal. Okay, ഇതാണ് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അതിനനുസരിച്ച് വേരിയേഷൻ വരുന്നു. ഓക്കെ, അപ്പം ആംപ്ലിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അതിങ്ങനെ എല്ലാ ടൈം പീരിയഡിലും കോൺസ്റ്റന്റ് ആയിരിക്കുകയാണ്. ബട്ട് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് നോക്കിയാൽ മാക്സിമം 0 അങ്ങനെ പോകുന്നുണ്ട്. ഇതിന്റെ കോൺസ്റ്റന്റ് അല്ല, മീൻസ് 0 മാക്സിമം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്താണ് അതൊരു പെർട്ടിക്കുലർ വാല്യൂവിൽ അതിന്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് എപ്പോഴും സെയിം ആണ്. അത് 0 മാക്സിമം 0 നെഗറ്റീവ് മാക്സിമം 0 അങ്ങനെ വേരി ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ മാക്സിമം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പീക്സ് സിമിലർ ആണ്. ഓക്കെ, ബട്ട് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ നോക്കിയേ ഈ ഫസ്റ്റ് വേവ് ഫോം ഫസ്റ്റ് പോർഷൻ നോക്കി അതിന്റെ മാക്സിമം ഇതാണ്, സെക്കൻഡ് പോർഷൻ മാക്സിമം ഇതാണ്, തേർഡ് പോർഷൻ മാക്സിമം മാറി. ആൻഡ് അഗെയിൻ ഓരോ ഇൻസ്റ്റന്റിലും അതിന്റെ മാക്സിമം വാല്യൂ വേരി ചെയ്യുന്നുണ്ട്. എങ്ങനെ വേരി ചെയ്യുന്നുണ്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ. Okay, so this is amplitude modulation. Okay, clear ആണോ? So you should write the message signal first with the signal of low frequency. Then you should write the carrier frequency of carrier signal of high frequency, and then amplitude modulated signal in such a way that carrier signals is varied in accordance with the amplitude of the message signal. Okay, message signal amplitude അനുസരിച്ച് എന്ത് ചെയ്യും carrier signals amplitude variations വരും. ഈ രീതിയിൽ മാറ്റി വരയ്ക്കാം. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സോ ഈ ഫിഗർ ഡ്രോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് നീറ്റായിട്ട് വരക്കണം. അതിൻ്റെ ഓൾസോ നമ്മൾ നോക്കിയേ മെസ്സേജ് സിഗ്നലിന്റെ പീക്ക് പോസിറ്റീവ് പീക്ക് എത്തുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് carrier സിഗ്നൽസിന്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് വരുന്നുണ്ട് അല്ലേ. ഇനി മെസ്സേജ് സിഗ്നൽ നെഗറ്റീവ് പീക്ക് വരുന്ന സമയത്ത് ഈ carrier സിഗ്നൽസിന്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമം ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, സോ ദിസ് ഇസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇത് ക്ലിയർ ആണോ? ഈ ഫിഗർ ക്ലിയർ ആണോ? ഇത് ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണ്, അധികം ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഡിഫൈൻ ചെയ്യാൻ ആൻഡ് ഈ ഒരു ഫിഗർ മസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം, നീറ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ആഗ്ന,
ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഫിഗർ വരച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആദർശ്. So then we have to derive amplitude modulated signal. Okay, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഫോമിൻ്റെ എക്സ്പ്രഷൻ ചോദിക്കാറുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഫോം. ഓക്കെ, സോ ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതിയെടുക്കാം. Okay, so let the derivation start with the modulating signal, okay, or the message signal. Okay, so let us take the modulating signal B, EM. We are representing it with EM, small em is equal to capital EM sin omega mt. Okay, let us take this as our modulating signal. Small em is equal to capital EM sin omega mt, where capital EM is the magnitude, maximum magnitude, and omega m is the frequency of the modulating signal. Okay, and let us take the carrier signal B, small ec is equal to capital EC into sin omega ct. Okay, ഇതിലെ carrier signalന്റെ maximum magnitude ആണ് EC, capital EC, and its frequency is omega c. Okay, omega c is always greater than omega m. ആ രീതിയിലാണ് എടുക്കുക. omega c higher frequency signal ആയിരിക്കും. Okay, so we can represent our resulting modulated waveform as EAM. EAM indicate ചെയ്യുന്നത് amplitude modulated signal ആണ്. EAM is equal to what? EC, which is the magnitude of carrier signal, plus EM. EM means total ആയിട്ടുള്ള modulating signal into sin omega ct. എന്തുകൊണ്ടാണ്? നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്ത് കിട്ടുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ മോഡുലേറ്റിംഗ് സിഗ്നൽ ഓർ മെസ്സേജ് സിഗ്നൽ. സോ നമ്മൾ EM ഡയറക്റ്റ്ലി EM എടുത്തു. ആൻഡ് ഇവിടെ ഉണ്ടാകുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് സിഗ്നൽ ഇതാണ്. സോ അതിന്റെ ഫ്രീക്വൻസി ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ കാരിയർ ഫ്രീക്വൻസി. Okay, its amplitude is varied in accordance with the message signal. So നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഫോമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? EAM is equal to EC plus EM into sin omega CT. ഇവിടെ omega CT ആണ് എടുക്കുന്നത് ബിക്കോസ് മോഡുലേറ്റഡ് വേവിന്റെ ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു കാരിയർ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, സോ ഒമേഗ സി ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, സോ ഈ 3 ഇക്വേഷൻസ് ആണ് ആദ്യം എഴുതേണ്ടത്. അത് എങ്ങനെ എഴുതുന്നത് നോക്കാം. Okay, then we have EAM is equal to EC plus EM into sin omega ct. So we know the value for EM. Okay, what is the expression for EM? That is EM sin omega mt. So substitute these values in this equation. Okay, substitute this value, substitute the equation number 1 in equation number 3. Okay, so we can write EM is equal to EC plus, instead of EM we have to write EM into sin omega m into t into sin omega ct. Okay, ഒന്നുമില്ല, 3 equations എഴുതി. First of all, we are writing the equation for modulating signal or message signal, then for carrier signal, and then finally for resulting modulated waveform. Okay, in that equation we have EM, so substitute the value for EM there. Okay, and we will get this equation. Then from this equation we have to take out EC outside the equation. That is, ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ECനെ പുറത്തെടുക്കുകയാണ്. സോ EC പുറത്തെടുത്ത് കഴിഞ്ഞാൽ then എന്ത് വരും? ഇവിടെ EC പോയാൽ അവിടെ 1 വരും. 1 പ്ലസ് ഇവിടെ EM sin omega mt ആണുള്ളത്. അതിൽ നിന്നൊരു EC നമ്മൾ ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ EM by EC into sin omega mt. ഓക്കെ, into sin omega ct എന്ന് വരും. ഓക്കെ, ആൻഡ് ദിസ് ടേം EM by EC എന്ന് പറഞ്ഞ ഈ ടേമിനെയാണ് മോഡുലേറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. Okay, EM by EC is equal to modulating index M. Modulating index, magnitude of the modulating signal divided by magnitude of the carrier signal. That is equal to, അത് നമ്മൾ modulation index എന്ന് പറയും. അതിന് നമ്മൾ M വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. Okay, so in this equation നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 plus instead of EM by EC we are taking M. Okay, M sin omega m into t into sin omega ct. ഓക്കെ, ഇതാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്.
എന്താണ് ഈ ഇക്വേഷൻ എഴുതി ഇ എമ്മിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി ദെൻ ഇ സിനെ കോമൺ ആയി പുറത്തെടുത്തു. സോ ഇ സി ഇൻറ്റു 1 പ്ലസ് ഇ എം ബൈ ഇ സി ഇൻറ്റു സൈൻ ഒമേഗ എം ഇൻറ്റു ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി എന്ന് കിട്ടും. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇ എം ബൈ ഇ സി വി ആർ ടേക്കിംഗ് m or we are writing m because e m by e c is the modulation index which is represented by a letter m. Okay, so e c into 1 plus represented by an alphabet m. Okay, so e c into 1 plus m into sin omega m into t into sin omega c t. Okay, so ഇവിടെ തന്നിട്ടുണ്ട് what is m? It is the modulation index, that is em by ec, magnitude of the modulating signal divided by magnitude of the carrier signal. Okay, so now EAM is equal to what? EC into sin omega CT. എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ഇ സിനെ അഗെയിൻ ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇ സി ഇൻറ്റു 1 ഇ സി പ്ലസ് ഇ സി ഇൻറ്റു എം ഇൻറ്റു സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. ആൻഡ് അഗെയിൻ അതിന് വീണ്ടും ചെയ്യും. ഓക്കെ, നോക്കാം നമുക്ക് എന്ത് കിട്ടി? ഇ എ എം ഇസ് ഈക്വൽ ടു ഇ സി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇ സി പ്ലസ് ഇ സി ഇൻറ്റു എം ഇൻറ്റു സൈൻ ഒമേഗ എം ഇൻറ്റു ടി ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ഒമേഗ സി ടി. ആൻഡ് ഈ സൈൻ ഒമേഗ സി ടിനെയും ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി, ദാറ്റ് ഈസ് ഇ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി പ്ലസ് ഇ സി ഇൻറ്റു എം ഇൻറ്റു sin omega m into t into sin omega ct. So m into ec into sin omega m into sin omega ct. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആണോ? ഫസ്റ്റ് നമ്മൾ 3 ഇക്വേഷൻസ് എഴുതുന്നത് ശ്രദ്ധിക്കുക, പിന്നെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഇത്ര വരെ ക്ലിയർ ആണോ? ഡെറിവേഷൻ ഇതുവരെ ക്ലിയർ ആണോ? ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, സോ ആ സ്റ്റെപ്പ് വരെ ഓക്കെയാണ്. ദെൻ ഹിയർ നോക്കിയേ, സൈൻ ഒമേഗ എം ഇൻറ്റു ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. അവിടെ ഒരു ടേം വരുന്നുണ്ട്, അതെന്താണ്? സൈൻ എ ഇൻറ്റു സൈൻ ബി അല്ലെ, ആ ഫോമാറ്റിലല്ലേ ഉള്ളത്? സൈൻ ഒമേഗ എം ഇൻറ്റു ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. ഓക്കെ, സോ സിൻസ് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ സൈൻ എ സൈൻ ബി? നമ്മൾ മാത്സ് പഠിക്കുന്നതാണ് പ്ലസ് 1 പ്ലസ് 2. ഓക്കെ, വാട്ട് ഈസ് സൈൻ എ സൈൻ ബി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു cos a minus b minus cos a plus b. Okay, sin a into sin b is equal to 1/2 into cos a minus b minus cos a plus b. Okay, so substitute this here. Or instead of sin omega m into t into sin omega ct, we have to use this equation. That is 1/2 cos a minus b minus cos a plus b. Okay, അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ എക്ക് പകരം എന്തെടുക്കാം? നമുക്ക് ഒമേഗ എം ഒമേഗ സിയോ എടുക്കാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒമേഗ സി ആണ് എടുക്കുന്നത്. ഓക്കെ, സോ ഒമേഗ സി എ ആയിട്ട് എടുക്കുക, ഒമേഗ സി ഇൻറ്റു ടി എ ആയിട്ട് എടുക്കുക, ഒമേഗ എം ഇൻറ്റു ടി ബി ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഇ എ എം ഇസ് ഈക്വൽ ടു ഇ സി സൈൻ ഒമേഗ സി ടി. ഈ ടേം അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് 1/2 ഇൻറ്റു ആണ് അല്ലേ, സോ എം ഇൻറ്റു ഇ സി ബൈ 2 ഇൻറ്റു cos omega ct minus omega mt. ഓക്കെ, അതിൽ ടി കോമൺ ആണ്, സോ നമുക്ക് cos ഓഫ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഓക്കെ, മൈനസ് അഗെയിൻ എം ഇ സി ബൈ 2 ഇൻറ്റു cos ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ എ. ക്ലിയർ ആണോ? ഒന്നുമില്ല, നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടുന്നവരെ ക്ലിയർ ആയി. അതിൽ സൈൻ ഒമേഗ സി ഒമേഗ എം ഇൻറ്റു ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് സൈൻ എ ഇൻറ്റു സൈൻ ബി ഫോമാറ്റ് യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, വാട്ട് ഈസ് സൈൻ എ ഇൻറ്റു സൈൻ ബി? ദാറ്റ് ഈസ് 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഓക്കെ, സോ നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇ എം ഇസ് ഈക്വൽ ടു ഇ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി, ദാറ്റ് ഈസ് ഓൾറെഡി റിട്ടൺ. ഓക്കെ, ദാറ്റ് പ്ലസ് എം ഇ സി ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി മൈനസ് m e c by 2 into cos omega c plus omega m into t.
ഓക്കെ, അപ്പം അതിന് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പം ഇങ്ങനെ എഴുതി നമുക്കൊന്ന് ആ ഫ്രീക്വൻസീസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്നുമില്ല, നമ്മളോടൊരു മാത്തമാറ്റിക്കൽ ടൂൾ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് യൂസ് ചെയ്ത് നമ്മൾ ആ ഇക്വേഷൻ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. Is it clear? അനുരാഗ്, ആകർഷ്, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അശു, ഓക്കെ. അപ്പം ഇത്ര വരെ ക്ലിയർ ആണ് അല്ലേ? ദെൻ നമ്മളിനി ഈ ഇക്വേഷൻ നമ്മൾ ഈ ഫൈനൽ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുത്ത്, ഓക്കെ, കൺസിഡർ ദിസ് ഇസ് ഇക്വേഷൻ എ. ഓക്കെ, ഈ എനെ മാത്രം കൺസിഡർ ചെയ്യാം. ദിസ് ഇക്വേഷൻ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദ എബോവ് ഇക്വേഷൻ ഹാസ് 3 പാർട്സ്. നോക്കിയേ, ഇവിടെ 3 പാർട്സ് ഉണ്ട്. ഒന്ന് ഇ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. അതെന്തായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞതാണ്. ഇ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി എന്താണ്? കേരിയർ സിഗ്നൽ ആണ് അല്ലേ? കേരിയർ സിഗ്നൽ ആണ്. സോ ദറ്റ് ഈസ് കേരിയർ സിഗ്നൽ പ്ലസ് എം ഇ സി ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി മൈനസ് എം ഇ സി ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി. രണ്ട് ടേംസ് കൂടി ഉണ്ട് അല്ലേ? സോ ഫസ്റ്റ് വൺ ഈസ് കേരിയർ വേവ് ഓഫ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ സി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ ഇ സി. Okay, and second one is the upper sideband of omega c plus omega m and amplitude ECM by 2, and lower sideband of omega c minus omega m and amplitude MEC by 2. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫൈനൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ എക്സ്പ്രഷൻ ഇതാണ് ആൻസർ. ഓക്കെ, നിങ്ങളോട് ചോദിക്കുക ഡിറൈവ്ഡ് എക്സ്പ്രഷൻ ഫോർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്നാണ്. സോ ദിസ് ഇസ് ദ answer. So here we can see there are 3 parts. The first one is the carrier wave of frequency omega c and amplitude of EC, and there are 2 other parts. The first one is upper sideband of frequency omega c plus omega m. Okay, omega c plus omega m with the amplitude of MEC by 2, and the lower sideband of omega c minus omega m with the magnitude MEC by 2. ഓക്കെ, ഇങ്ങനെ ഇത് എടുത്ത് എഴുതണം. ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് ആ ഇക്വേഷൻ 3 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 3 കാര്യങ്ങൾ എടുത്ത് എഴുതണം. ഓക്കെ, ആൻഡ് ഫൈനലി യു ഷുഡ് ഡ്രോ ദ സ്പെക്ട്രം ഓൾസോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും യു ഷുഡ് ഡ്രോ ദ സ്പെക്ട്രം. ചോദിച്ചില്ലെങ്കിലും നിങ്ങളിത് വരക്കണം. ഓക്കെ, ഒന്നുമില്ല, എന്താണ്? ഇതാണ് സെന്റർ കേരിയർ ഫ്രീക്വൻസി ഒമേഗ സി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇ സി. പിന്നെ അതിന് 2 സൈഡ് ബാൻഡ്സ് ഉണ്ട് അല്ലേ? ദിസ് ഇസ് ദ അപ്പർ സൈഡ് ബാൻഡ് ആൻഡ് ദിസ് ഇസ് ദ ലോവർ സൈഡ് ബാൻഡ്. ദിസ് ഇസ് ദ അപ്പർ സൈഡ് ബാൻഡ് with the frequency omega c plus omega m and magnitude MEC by 2, and it has frequency omega c minus omega m and magnitude MEC by 2. ഓക്കെ, ഇത് നോക്കിയാൽ മനസ്സിലാവും. നോക്കിയേ, ഇവിടെ ഒമേഗ സി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒമേഗ സി പ്ലസ് ഒമേഗ എം വന്നു. ഇവിടെ ഒമേഗ സി പ്ലസ് ഒമേഗ എം വന്നു. ഓക്കെ, ദെൻ ഒമേഗ സി മൈനസ് ഒമേഗ എം വന്നു. അങ്ങനെയാണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻ വരുന്നത് അല്ലേ? ഫ്രീക്വൻസീസിൽ വേരിയേഷൻ അങ്ങനെ വരും, ആംപ്ലിറ്റ്യൂഡിൽ എങ്ങനെ വരും? ആ കാരിയർ ഫ്രീക്വൻസിയോട് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ആഡ് ചെയ്യും, മൈനസ് ചെയ്യും. ഇത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം ഇതുപോലെ വരും. ഒമേഗ സി അതിന്റെ സെന്റർ ബാൻഡ് with magnitude of EC, and it has 2 side bands. Upper side band ആണെങ്കിൽ omega c plus omega m ആണ് frequency. Its magnitude is MEC by 2, and lower side band ആണെങ്കിൽ omega c minus omega m and its magnitude is MEC by 2. Okay, so from this spectrum we can find the bandwidth. Okay, ഇതിൽ നമുക്ക് bandwidth കണ്ടുപിടിക്കാം. നമുക്ക് ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കാം. ബാൻഡ്വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ബാൻഡ്വിഡ്ത്ത് മീൻസ് ഇതാണ് അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഫ്രീക്വൻസി
ranges. So omega c upper sideband frequency, that is omega c plus omega m, minus lower sideband frequency, that is omega c minus omega m. ഇതാണ് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. USB upper sideband minus lower sideband frequency ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടും. Okay, so bandwidth is equal to, so that is equal to omega c plus omega m. ഈ ബ്രാക്കറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് ഒമേഗ സി മൈനസ് മൈനസ് പ്ലസ് ആവും, സോ ഒമേഗ എം വരും. Here plus omega c and minus omega c will cancel each other, so finally we will get 2 omega m. That is bandwidth of the amplitude of modulated signal is equal to 2 omega m. Okay, ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Okay, so all this about amplitude modulation. So first of all, you should define what is amplitude modulation. In amplitude modulation, amplitude of the carrier wave is varied in accordance with the instantaneous value of the message signal. Okay, then you should write these waveforms. First of all, you should draw the message signal with the low frequency and then carrier signal with the high frequency. Then amplitude modulated signal in such a way that its amplitude is varied in accordance with the amplitude of the message signal. Okay, then they may ask to derive the expression for amplitude modulated signal. So you should start from expressions for modulated signal, carrier signal and resulting modulated wave. Okay, first carrier modulated signal EM is equal to EM sin omega mt എന്ന് എഴുതാം. ആൻഡ് carrier signal നമുക്ക് EC is equal to EC sin omega ct എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ഫൈനലി മോഡുലേറ്റഡ് വേവിനെ നമുക്ക് EAM is equal to EC plus EM into sin omega ct എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ദെൻ EMന്റെ ഇൻസ്റ്റഡ് ഓഫ് EM നമുക്ക് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അതിന് EC നമ്മൾ ഔട്ട് സൈഡ് എടുക്കും. അപ്പോൾ നമുക്ക് EM ബൈ EC എന്നൊരു ടേം കിട്ടും. അത് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്നാണ് പറയുന്നത്, റെപ്രസെന്റിങ് സ്മോൾ m. ഓക്കെ, സോ അത് സ്മോൾ m വെച്ച് എഴുതാം. ദെൻ EC ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഓൾസോ സൈൻ ഒമേഗ CT മൾട്ടിപ്ലൈ ചെയ്യുക. So we will get EC sin omega CT plus m EC into sin omega m into t into sin omega CT. Okay, so here sin A into B എന്നുള്ളൊരു ഇക്വേഷൻ ഫോം വരുന്നുണ്ട്. സോ അത് നമുക്ക് 1/2 into cos A minus B minus cos A plus B എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ അതിവിടെ യൂസ് ചെയ്തു. സോ ഫൈനലി ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഫോമിന്റെ എക്സ്പ്രഷൻ. So here we have to see there are three terms. Okay, first one is the carrier frequency with the omega c frequency and E capital EC as the magnitude. Then upper sideband and lower sideband ഉണ്ട്. ഓക്കെ, അപ്പം അതും പറയാം. എന്നിട്ട് ഫൈനൽ അതിൻ്റെ സ്പെക്ട്രം വരയ്ക്കുക. ആൻഡ് ബാൻഡ് വിഡ്ത്ത് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 ഒമേഗ m. ഓക്കെ, പിന്നെ ചില ടൈമിലൊക്കെ ചിലപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കലും ചോദിക്കാം. ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് സിമ്പിൾ ന്യൂമറിക്കൽസ് വേണ്ടി ചോദിക്കാം. Okay, ഇത്ര വരെ ക്ലിയർ ആണല്ലോ. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? Is it clear? എല്ലാവർക്കും ഓക്കെ ആണോ? ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്, നിങ്ങൾക്ക് അധികം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ, 2 ടൈപ്സ് ആണ് നമുക്ക് ഈ സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമുക്ക് മോസ്റ്റ് കോമൺലി റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ കൂടി പഠിക്കണം. ഓക്കെ, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള എക്സാംസ് അധികം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് ചോദിച്ചിട്ട് കാണുന്നത്. ഓക്കെ അല്ലേ? ഹലോ, am I audible? എന്താ വേറെ ആരും റെസ്പോണ്ട് ചെയ്യാത്തെ? ഓക്കെ, സോ ദെൻ the second type, that is frequency modulation. Okay, and what is frequency modulation? It is defined as a process by which frequency of carrier wave is varied in accordance with the instantaneous amplitude of message signal. Okay, that is frequency modulation. എന്താണ്? Defined as the process by which frequency of the carrier wave is varied in accordance with the instantaneous amplitude of the message signal. Amplitude, okay, so instantaneous amplitude of the message signal അനുസരിച്ച് നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മുടെ
കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയിൽ വേരിയേഷൻസ് വരും. ഓക്കെ, അതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. നേരത്തെ എന്തായിരുന്നു, കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലായിരുന്നു വേരിയേഷൻസ് വരുന്നത്. ബട്ട് നൗ എന്തിനെ എഫക്ട് ചെയ്യുന്നത്? കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഫ്രീക്വൻസിയിലാണ് വേരിയേഷൻസ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ വേവ് ഫോം. This is the message signal with a low frequency and this is the carrier signal with a very high frequency. ഇത് രണ്ടും കോമൺ ആണ്, both AM and FM. Okay, and third, amplitude modulated and frequency modulated signal. Modulated signalസിലാണ് ആ ചേഞ്ചസ് വരുന്നത്. നേരത്തെ സിഗ്നൽ എങ്ങനെയായിരുന്നു? ഇതുപോലെ ആംപ്ലിറ്റ്യൂഡിലായിരുന്നു വേരിയേഷൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, carrier സിഗ്നലിന്റെ. ബട്ട് ഹിയർ എന്താണ്, ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. സോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, ഇവിടെ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽസ് അല്ലെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസിയിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ഓക്കെ, ഇവിടെ എന്താണ്, ഫ്രീക്വൻസിയിലെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ മെസ്സേജ് സിഗ്നലിന്റെ പോസിറ്റീവ് സൈക്കിൾസ്, പോസിറ്റീവ് പീക്ക് വരുന്ന സമയത്ത് നോക്കിയേ, ഈ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഹയർ ആണ്. ഓക്കെ, ദിസ് മച്ച് പോർഷൻ അതിന് ഹയർ ഫ്രീക്വൻസി ഉണ്ട്. ബട്ട് വെൻ ദ മെസ്സേജ് സിഗ്നലിന്റെ നെഗറ്റീവ് പോർഷൻ അത് വരുന്ന സമയത്ത് കാരിയർ ഫ്രീക്വൻസിന്റെ സിഗ്നലിന് വ്യത്യാസം വന്നു, ഫ്രീക്വൻസി കുറഞ്ഞു. ആൻഡ് എഗെയിൻ നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഫ്രീക്വൻസി കൂടി. ആൻഡ് എഗെയിൻ നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴേക്കും ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പോഴങ്ങനെ എന്താ, ഫ്രീക്വൻസിയിലാണ് ഇവിടെ വേരിയേഷൻസ് വരുന്നത്. ഓക്കെ, നേരത്തെ ആംപ്ലിറ്റ്യൂഡിലായിരുന്നു, ബട്ട് ഹിയർ ഫ്രീക്വൻസിയിലാണ് വേരിയേഷൻ വരുന്നത്. In accordance with the instantaneous value of the message signal, instantaneous amplitude value of the message signal. Okay, അതാണ് ഡിഫറൻസ്. നേരത്തെ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻസ് വന്നത്, ഇവിടെ ഫ്രീക്വൻസിയിലാണ് വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻ എഴുതാ, ഈ വേവ് ഫോം വരയ്ക്കുക. ഫസ്റ്റ് രണ്ട് വേവ് ഫോം, മെസ്സേജ് സിഗ്നലിന്റെയും കാരിയർ സിഗ്നലിന്റെയും സിമിലർ വേവ് ഫോം ആണ്. മോഡുലേറ്റഡ് സിഗ്നൽ, ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലും ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലുമാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ? ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ബൈ വിച്ച് frequency of carrier wave is varied in accordance with the instantaneous amplitude of the message signal. Okay, and we can take the amplitude of modulating signal as EM, capital EM, and amplitude of the carrier signal as capital EC, and amplitude of the frequency modulated wave as E into FM. ഓക്കെ, നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്ത് തന്നെയാണല്ലേ, നേരത്തെ നമ്മൾ EAM എന്നാണ്, അതിന് വേണമെങ്കിൽ ക്യാപിറ്റൽ ഇ എടുക്കാം. ഓക്കെ, ക്യാപിറ്റൽ EAM എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഹിയർ നമ്മൾ FM എടുക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ, ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ്. ഓക്കെ, ആൻഡ് ഹിയർ ഓൾസോ one term, instantaneous value of frequency modulated wave is taken as EFM. ഓക്കെ, നമ്മൾ നേരത്തെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ നമ്മൾ EAM എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. And here instantaneous value of frequency modulated signal is taken as EFM. Okay, that is equal to EC sine of function of omega C omega M. ഇതെന്തുകൊണ്ടാ? നേരത്തെ കേസിൽ നമ്മൾ EAM ഈസ് ഈക്വൽ ടു EC പ്ലസ് EM എന്നാണ് എടുത്തിരുന്നത്. അവിടെ മാഗ്നിറ്റ്യൂഡാണ് ആഡപ്പ് ചെയ്തിരുന്നത്, മാഗ്നിറ്റ്യൂഡിലാണ് വേരിയേഷൻ വന്നിരുന്നത്. ബട്ട് ഹിയർ വി ഹാവ് ടു കൺസിഡർ ദ ഫ്രീക്വൻസി വാല്യൂസ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻസ് വന്നത്. സോ നമ്മൾ അവിടെ അതാണ് ശ്രദ്ധിച്ചത്. ഫ്രീക്വൻസി ഒമേഗ സി തന്നെ എടുത്തു, കാരണം കാരിയർ ഫ്രീക്വൻസി തന്നെയായിരിക്കും മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി. ബട്ട് ഹിയർ വി ഹാവ് ടു കൺസിഡർ ദി ഫ്രീക്വൻസി. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസിയിലാണ് വേരിയേഷൻസ് വരുന്നത്. സോ ഫ്രീക്വൻസി നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആഡ് ചെയ്യുന്ന ആ ഒരു ടേമിൽ എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ആൻഡ് ഒമേഗ എം. ഓക്കെ, രണ്ടിന്റെയും ഫംഗ്ഷൻ ആയിട്ടാണ് എടുക്കാൻ പറ്റുക. ഓക്കെ, സോ എന്താണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഈസ് EFM. EFM എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആണെങ്കിൽ EAM എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ EFM ഈസ് ഈക്വൽ ടു EC ഇൻറ്റു സൈൻ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം. രണ്ടിനെയും ഫംഗ്ഷൻ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ദിസ് ഇസ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. Okay, so here also there is an expression for finding out the
finding out the expression for frequency modulated waveform. Okay, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്നത് എന്താണ്, ഫംഗ്ഷൻ ഓഫ്, ഇവിടെ വേരിയേഷൻ വരുന്ന എന്തിലാണ്, ഫ്രീക്വൻസിയിലാണ്. സോ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഒമേഗ ഡി ടി ആണ്. അതെന്തുകൊണ്ടാണ്? നമ്മളിപ്പം ഒരു എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ആ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന എല്ലാ വേരിയേഷൻസും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ദീസ് ടേം. ഇതിൻ്റെ ടോട്ടൽ ഒരു ആവറേജ് നമുക്ക് ആവറേജ് അനാലിസിസ് ചെയ്യണമെങ്കിൽ ഇതിന് ഈ സിഗ്നൽ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വേരിയേഷൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ടോട്ടൽ ഒരു ഔട്ട്പുട്ട് ഇത്രയും ടേംസിലൊക്കെ ആണെങ്കിൽ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ദി സിഗ്നൽസ്. സോ അതിനാണ് നമ്മളിവിടെ ഇന്റഗ്രൽ ഒമേഗ ഡി ടിയിൽ എടുത്തിരിക്കുന്നത്. ഇത് ഒരു ടേം മാത്രമല്ല, മൊത്തമായിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഒമേഗ ഈസ് ഈക്വൽ ടു വാട്ട്? ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി അല്ലേ? ഒമേഗ സി എന്ന് പറഞ്ഞ് നോക്കി എന്താണ്, ഇവിടെ നമ്മുടെ കെ എഫ് ഫ്രീക്വൻസി ഉണ്ട്, പ്ലസ് ഈ മെസ്സേജ് സിഗ്നലിനനുസരിച്ചുള്ള വേരിയേഷൻസും ഉണ്ട് അല്ലേ? ഒന്ന് ഒമേഗ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ സി ഉണ്ട്, നമ്മുടെ കെ എഫ് ഫ്രീക്വൻസി, കെ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഒമേഗ സി ഉണ്ട്, പ്ലസ് ഇവിടേക്ക് എങ്ങനെ വേരിയേഷൻ വരുന്നത്, വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മെസ്സേജ് സിഗ്നൽ അല്ലേ? മെസ്സേജ് സിഗ്നലിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ വരുന്നത്. സോ അതാണ് ഈ ഡെൽറ്റ ഒമേഗ സൈൻ ഒമേഗ ടി കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡെൽറ്റ ഒമേഗ സൈൻ ഒമേഗ എം ഇൻറ്റു ടി. കാരണം ഒമേഗ എം എന്ന് പറയുന്നത് എന്താണ്, മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ്. സോ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഒമേഗ ഡി ടി, ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗ സൈൻ ഒമേഗ ടി. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ഒമേഗയുടെ വാല്യൂ കിട്ടി. സോ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഒമേഗ ഡി ടി ആണ്. സോ ഒമേഗ ഡി ടിയുടെ വാല്യൂ കിട്ടി. സോ ഇന്റഗ്രൽ ഒമേഗ സി പ്ലസ് ഇന്റഗ്രൽ ഒമേഗ സി ഇൻറ്റു ഡി ടി പ്ലസ് ഇന്റഗ്രൽ ഡെൽറ്റ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എം ഇൻറ്റു ടി. ഓക്കെ, ഇത് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഒമേഗ സി കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. ഒമേഗ സിന് ഇന്റഗ്രൽ ഡി ടി പ്ലസ് ഡെൽറ്റ ഒമേഗ ഓൾസോ കോൺസ്റ്റന്റ്, ബിക്കോസ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒമേഗ എം എന്ന വാല്യൂ, ഒമേഗയുടെ വാല്യൂ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഡെൽറ്റ ഒമേഗ ഇൻറ്റു ഇന്റഗ്രൽ സൈൻ ഒമേഗ എം ഇൻറ്റു ടി ഇൻറ്റു ഡി ടി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ സി ഇന്റഗ്രൽ ഡി ടി എന്താണ്, ടി ആണ്. സോ ഒമേഗ സി ഇൻറ്റു ടി പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ തീറ്റ, ദാറ്റ് ഈസ് മൈനസ് കോസ് തീറ്റ. ഓക്കെ, സോ ഹിയർ മൈനസ് കോസ് ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ എന്താണ്, ഒമേഗ എം ഇൻറ്റു ടി ആണുള്ളത്. We are differentiating, we are integrating with respect to dt. So this is divided by omega n. Okay, ഇത് ഡിഫറെന്റ് ഇന്റഗ്രേഷനിൽ വരുന്നതാണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് ചെയ്യുന്നത്. സോ ഒമേഗ എന്നത് കോൺസ്റ്റന്റ് ആയിട്ട് ഡിവൈഡഡ് ബൈ വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഒമേഗ സി പ്ലസ് ഒമേഗ സി ഇൻറ്റു ടി പ്ലസ് മൈനസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എം ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ഒമേഗ എം. ഓക്കെ, ആൻഡ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഒമേഗ സി ഇൻറ്റു ടി മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ എം, ഈ രണ്ട് ടേം ഒന്ന് ചെയ്താൽ ഇൻറ്റു കോസ് ഒമേഗ എം ഇൻറ്റു ടി. Okay, and what is delta omega? That is 2 pi into delta f. Like 2 constant, pi is also constant. So delta എന്ന് പറയുന്ന വേരിയേഷൻ എവിടെയാണ്, ഫ്രീക്വൻസിയിലാണ് ഉണ്ടാവുക. So this is equal to omega c t minus 2 pi into delta f divided by 2 pi into omega m. Sorry, delta m. കാരണം 2 and pi are constant. So ആ ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് ഡെൽറ്റ എഫിലാണ് വേരിയേഷൻ ഉണ്ടാവുക, ഫ്രീക്വൻസിയിലാണ് വേരിയേഷൻ ഉണ്ടാവുക. സോ ഡെൽറ്റ എഫ് ഒമേഗ എം എന്ന് പറയുന്നത് എഫ് എം. Okay, so 2 pi cancel, this cos omega കൂടെ ആ ടേം കൂടെ ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഒമേഗ സിയുടെ വാല്യൂ ഒമേഗ ഇസിക്കൽ ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി എഴുതി. പിന്നെ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു, സെപ്പറേറ്റ് ടേംസ് ആക്കി ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഒമേഗ സി ആൻഡ് ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേംസ് ആണ്. സോ ഇൻറ്റഗ്രേഷൻ ഔട്ട് സൈഡിലേക്ക് എടുത്തു. സോ ഈ ടേം വരെ കിട്ടി.
ഓക്കെ, then അതിൽ ഡെൽറ്റ ഒമേഗയുടെ വാല്യൂ 2π ഡെൽറ്റ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒമേഗ എമ്മിൻ്റെ വാല്യൂ 2π എഫ് എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. this 2π and 2π cancel. Then finally we will get omega c minus delta f by fm into cos omega m into t. Okay, and this term, that is delta f by fm, this is called a modulation index in the case of frequency modulation. That is frequency deviation divided by modulating frequency. Okay, so ആ ടേമിൽ ഡെൽറ്റ എഫ് ബൈ എഫ് എമ്മിന് പകരം നമുക്ക് എം എന്ന് കൊടുക്കാം. ദറ്റ് ഈസ് ദ മോഡുലേഷൻ ഇൻഡെക്സ് ഇൻ ദ കേസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഫങ്ഷൻ ഓഫ് ഒമേഗ സി കൊമ ഒമേഗ എം കിട്ടി. ഓക്കെ, നമ്മളെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി മോഡുലേറ്റ് സിഗ്നൽ എന്തായിരുന്നു? ഇ എഫ് എം ഇസ് ഈക്വൽ ടു ഇ സി സൈൻ ഓഫ് ഫങ്ഷൻ ഓഫ് ഒമേഗ സി കൊമ ഒമേഗ എം ആയിരുന്നു അല്ലേ? സോ ഈ ടേമിന് പകരം നമുക്ക് നമ്മളിപ്പോൾ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തി. സോ ഇ എഫ് എം ഇസ് ഈക്വൽ ടു ഇ സി സൈൻ ഒമേഗ സി ടി മൈനസ് ഡെൽറ്റ എഫ് ബൈ എഫ് എം ഇൻറ്റു കോസ് ഒമേഗ എം ഇൻറ്റു ടി. ഈ ടേം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ ഈ ഡെൽറ്റ എഫ് ബൈ എഫ് എമ്മിന് ഒരു എം കൊടുത്ത് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. Okay, this is a final expression. And from this equation, we can write what? Delta f, that is frequency deviation is equal to modulation index m into modulating frequency f. Okay, ingane ezhudam. Okay, so this is about frequency modulation. So what is frequency modulation? Definition nokka. An instantaneous value of frequency modulated waves can be represented as EFM is equal to EC sin ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം. അതിൽ ഈ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എമ്മിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്തത്. ഓക്കെ, അതിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഒമേഗ ഡി ടി ആണ്. ആ മൊത്തമായിട്ട് ആ സിഗ്നൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഒമേഗ സിയും ഉണ്ടാവും, മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ടേംസും ഉണ്ടാവും. ഡെൽറ്റ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എം ഇൻറ്റു ടിയും ഒമേഗ എം ടിയും ഉണ്ടാവും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇന്റഗ്രേഷൻ ചെയ്തു ഡെൽറ്റ എഫിനും ഒമേഗ എം ഡെൽറ്റ ഒമേഗക്കും ഒമേഗ എമ്മിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ എഫ് ബൈ എഫ് എന്നുള്ള ടേം കിട്ടി. ഈ ടേം വരെ കിട്ടി. ദെൻ ഇതിനെ എന്ത് ചെയ്യും? ഇത് തന്നെ എഫ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം ആണ്. സോ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇത്രയും ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്. ഇവിടെ അതാണ് ചെയ്തത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇവിടെ ഇതിന് പകരം എം എന്ന് കൊടുത്തിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, where m is the modulation index, that is delta f by fm in case of frequency modulation. And finally ഇതിന്റെ സ്പെക്ട്രം ചോദിക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി സ്പെക്ട്രം ഇതുപോലെ വരയ്ക്കാം. എഫ് സി സെന്ററിൽ വരയ്ക്കുക, എഫ് സി പ്ലസ് എഫ് എം, എഫ് സി പ്ലസ് 2f എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് അത് ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ എഫ് സി മൈനസ് എഫ് എം, എഫ് സി മൈനസ് 2f എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഓരോ ഫ്രീക്വൻസി കൂടുന്നതിന് ഡിക്രീസ് ചെയ്ത് പോകും. ഇതാണ് ഇതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം. Okay, so this is all about frequency modulation. So frequency modulation definition നോക്കുക, വേവ് ഫോം നോക്കുക, പിന്നെ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂയുടെ എക്സ്പ്രഷൻ നോക്കുക. അതിൽ എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം ആണ് കുറച്ചൊന്ന് കൺഫ്യൂസിങ് ഉണ്ടാവും, അത് ശ്രദ്ധിച്ച് നോക്കുക. ദെൻ ഫൈനലി അതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം. ഓക്കെ, ഇതും ക്ലിയർ അല്ലേ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും നീറ്റായിട്ട് പഠിക്കാം. ഓക്കെ, സ്പെക്ട്രവും മസ്റ്റായിട്ട് വരക്കണം. ഫൈനലി ചോദിച്ചില്ല എങ്കിലും സ്പെസിഫിക്കായി ചോദിച്ചില്ലെങ്കിൽ അത് വരച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? Okay, so please give your attendance. Roll number 1. Present. Okay, continue ചെയ്തോളൂ. 2, 3, 4, 5, 6.